PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. CSEB ജൂനിയർ ക്ലർക്ക് എക്സാം, അസിസ്റ്റൻറ്റ് സെക്രട്ടറി എക്സാമുകൾക്കൊക്കെ വേണ്ടി ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബാങ്കിങ്ങിൽ നിന്നും സ്മോൾ ഫിനാൻസ് ബാങ്ക്സ് ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. സിലബസ് അനുസരിച്ചുള്ള ഇതുവരെയുള്ള ക്ലാസ്സുകൾ കാണാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. സ്മോൾ ഫിനാൻസ് ബാങ്ക്സ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമായി RBI ഇൻട്രൊഡ്യൂസ് ചെയ്ത ബാങ്കുകളാണ് സ്മോൾ ഫിനാൻസ് ബാങ്ക്സ്. 2013 ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുകയും ബാങ്കിംഗ് റെഗുലേഷൻ ആക്ടിൻ്റെ സെക്ഷൻ 22 പ്രകാരം ലൈസൻസ് എടുത്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ബാങ്കുകളാണ് സ്മോൾ ഫിനാൻസ് ബാങ്ക്സ്. സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013 അനുസരിച്ചാണ്. ബാങ്കിംഗ് ആക്ടിവിറ്റീസ് ചെയ്യുന്നതിനുള്ള ലൈസൻസ് എടുത്തിരിക്കുന്നത് ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് 1949 സെക്ഷൻ 22 പ്രകാരമാണ്. പ്രൈവറ്റ് സെക്ടറിലുള്ള സ്മോൾ ഫിനാൻസ് ബാങ്കുകളുടെ ലൈസൻസിങ്ങുമായി ബന്ധപ്പെട്ട് RBI ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്തത് 2014 നവംബർ 27 സാധാരണ ബാങ്കിംഗ് സർവീസ് ലഭ്യമാവാത്ത ഡിപ്രൈവ്ഡ് സെക്ഷൻസ് ആയിട്ടുള്ള സ്മോൾ ബിസിനസ് യൂണിറ്റ്, സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ് ഇവർക്കൊക്കെ ഫിനാൻഷ്യൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് സ്മോൾ ഫിനാൻസ് ബാങ്കുകളുടെ ലക്ഷ്യം. സ്മോൾ ഫിനാൻസ് ബാങ്കുകളുടെ 25% ബ്രാഞ്ചസും അൺബാങ്ക്ഡ് ഏരിയാസിലാണ്. സ്മോൾ ഫിനാൻസ് ബാങ്കുകളുടെ ഏരിയ ഓഫ് ഫോക്കസ് എന്ന് പറയുന്നത് സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ്, മൈക്രോ ആൻഡ് സ്മോൾ ഇൻഡസ്ട്രീസ്, അൺഓർഗനൈസ്ഡ് സെക്ടർ. സ്മോൾ ഫിനാൻസ് ബാങ്ക് സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ട മിനിമം പെയ്ഡപ്പ് ക്യാപിറ്റൽ 200 കോടിയാണ്. ദ മിനിമം പെയ്ഡപ്പ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ഫോർ സ്മോൾ ഫിനാൻസ് ബാങ്ക്സ് ഈസ് 200 crores. Individuals, trust, corporators are eligible to be a promoters of small finance banks. ഇൻഡിവിജ്വൽസിനും ട്രസ്റ്റിനും കോർപ്പറേറ്റേഴ്സിനുമൊക്കെ സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ പ്രൊമോട്ടേഴ്സ് ആവാൻ കഴിയും. സ്മോൾ ഫിനാൻസ് ബാങ്കുകളുടെ ബേസിക് ബാങ്കിങ് സർവീസസ് എന്ന് പറയുന്നത് അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് ഓഫ് മണിയാണ്. ഇൻഷുറൻസ് പ്രോഡക്ട്സ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Accepting of deposits, disbursing of small loans, sell insurance products are the operations undertaken by small finance banks. സ്മോൾ ഫിനാൻസ് ബാങ്കുകളുടെ 25% ബ്രാഞ്ചസും പ്രവർത്തിക്കുന്നത് അൺബാങ്ക്ഡ് റൂറൽ ഏരിയാസിലായിരിക്കണം. അതുപോലെ സ്മോൾ ഫിനാൻസ് ബാങ്ക്സ് ആർ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ എ മിനിമം ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ ഓഫ് 15%. സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട മിനിമം ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ 15%. സ്മോൾ ഫിനാൻസ് ബാങ്ക്സ് ആർ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ 75% ഓഫ് ദെയർ നെറ്റ് ബാങ്ക് ക്രെഡിറ്റ് ആസ് പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്. പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്ങിന് വേണ്ടിയിട്ട് സ്മോൾ ഫിനാൻസ് ബാങ്ക്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നെറ്റ് ബാങ്ക് ക്രെഡിറ്റിൻ്റെ 75%. Small finance banks are required to maintain 75% of their net bank credit as priority sector lending. Adjusted net bank creditൻ്റെ 75% പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്ങിലേക്ക് സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ മാറ്റിവെക്കണം. അതിൽ അഗ്രികൾച്ചർ സെക്ടറിന് 18%, മൈക്രോ എൻ്റർപ്രൈസസിന് 7.5%, വീക്കർ സെക്ഷൻസിന് 12% വരുന്നത്. സ്മോൾ ഫിനാൻസ് ബാങ്കുകളുടെ മാക്സിമം ഫോറിൻ ഷെയർ ഹോൾഡിംഗ് എന്ന് പറയുന്നത് 75%. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റ് 75%. സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ CRRഉം SLRഉം മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. സ്മോൾ ഫിനാൻസ് ബാങ്കുകളുടെ റെഗുലേറ്ററി ബോഡി RBI ആണ്. ഫസ്റ്റ് സ്മോൾ ഫിനാൻസ് ബാങ്കാണ് ക്യാപിറ്റൽ സ്മോൾ ഫിനാൻസ് ബാങ്ക്. 2016 ഏപ്രിലിൽ സ്റ്റാർട്ട് ചെയ്ത ക്യാപിറ്റൽ സ്മോൾ ഫിനാൻസ് ബാങ്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്മോൾ ഫിനാൻസ് ബാങ്ക്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ജലന്ധറിലാണ്. ക്യാപിറ്റൽ സ്മോൾ ഫിനാൻസ് ബാങ്ക് ലിമിറ്റഡ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 2016 വിത്ത് ഹെഡ് ക്വാർട്ടേഴ്സ് ജലന്ധർ ഈസ് ദ ഫസ്റ്റ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ഇൻ ഇന്ത്യ. ആസ് ഓൺ ജൂലൈ 2025 11 സ്മോൾ ഫിനാൻസ് ബാങ്ക്സ് ആർ വർക്കിംഗ്. 2025 ജൂലൈ വരെ 11 സ്മോൾ ഫിനാൻസ് ബാങ്കുകൾക്കാണ് RBI ലൈസൻസ് കൊടുത്തിരിക്കുന്നത്. സ്മോൾ ഫിനാൻസ് ബാങ്കുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് എക്സ്റ്റേണൽ അഡ്വൈസറി കമ്മിറ്റി. ഇതിൻ്റെ ഹെഡ് ഉഷ തൊറാട്ട് ആണ്.
സ്മോൾ ഫിനാൻസ് ബാങ്കുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് എക്സ്റ്റേണൽ അഡ്വൈസറി കമ്മിറ്റി. RBIയുടെ ഫോർമർ ഡെപ്യൂട്ടി ഗവർണറായിരുന്ന ഉഷ തൊറാട്ടാണ് എക്സ്റ്റേണൽ അഡ്വൈസറി കമ്മിറ്റിയുടെ ഹെഡ് ആയിരുന്നത്. കേരളത്തിലെ സ്മോൾ ഫിനാൻസ് ബാങ്കാണ് എസാഫ്. എസാഫിൻ്റെ ആസ്ഥാനം തൃശ്ശൂരാണ്. എസാഫ് നിലവിൽ വന്നത് 2017 അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്മോൾ ഫിനാൻസ് ബാങ്കുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ RBI ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നതാണ്. ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013 പ്രകാരം രജിസ്റ്റർ ചെയ്ത് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ സെക്ഷൻ 22 പ്രകാരം ലൈസൻസ് എടുത്ത് പ്രവർത്തിക്കുന്ന ബാങ്കുകളാണ് സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ. ഈ ബാങ്കിൻ്റെ ഫോക്കസ്ഡ് ഏരിയ എന്ന് പറയുന്നത് സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ്, മൈക്രോ ആൻഡ് സ്മോൾ ഇൻഡസ്ട്രീസ് പോലെയുള്ള ഡിപ്രൈവ്ഡ് സെക്ടേഴ്സ് ആണ്. അതുപോലെ 25% ബ്രാഞ്ചസ് വരുന്നത് അൺബാങ്ക്ഡ് റൂറൽ ഏരിയാസിലാണ്. ഫസ്റ്റ് സ്മോൾ ഫിനാൻസ് ബാങ്കാണ് ക്യാപിറ്റൽ സ്മോൾ ഫിനാൻസ് ബാങ്ക്. 2016 ഏപ്രിലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ജലന്ധർ. സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള മിനിമം പെയ്ഡപ്പ് ക്യാപിറ്റൽ 200 കോടിയാണ്. പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്ങിന് വേണ്ടി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നെറ്റ് ബാങ്ക് ക്രെഡിറ്റിൻ്റെ 75%, മിനിമം CAR 15%. സ്മോൾ ഫിനാൻസ് ബാങ്കുകളുടെ ഫോർമേഷനുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് എക്സ്റ്റേണൽ അഡ്വൈസറി കമ്മിറ്റി. ഇതിൻ്റെ ഹെഡായിരുന്നു ഉഷ തൊറാട്ട്. ഇനി നമുക്ക് കേരളത്തിലെ സ്മോൾ ഫിനാൻസ് ബാങ്കിനെ കുറിച്ച് പഠിക്കാം. എസാഫ്, ഇവാഞ്ചലിക്കൽ സോഷ്യൽ ആക്ഷൻ ഫോറം എന്നാണ് എസാഫിൻ്റെ പൂർണ്ണരൂപം. എസാഫിൻ്റെ പൂർണ്ണരൂപം ഇവാഞ്ചലിക്കൽ സോഷ്യൽ ആക്ഷൻ ഫോറം. എസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക് സ്റ്റാർട്ട് ചെയ്തത് 2017 ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് തൃശ്ശൂരാണ്. ഇതാണ് കേരളത്തിലെ ആദ്യത്തെ സ്മോൾ ഫിനാൻസ് ബാങ്ക്. ഫസ്റ്റ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ഇൻ കേരള ഈസ് എസാഫ്. എസാഫ് വാസ് ഫൗണ്ടഡ് ഇൻ 1992 ബൈ കെ പോൾ തോമസ്. എസാഫിൻ്റെ ഫൗണ്ടറാണ് കെ പോൾ തോമസ്. ഫൗണ്ട് ചെയ്ത വർഷം 1992. എസാഫ് മൈക്രോ ക്രെഡിറ്റ് ലെൻഡിങ് സ്റ്റാർട്ട് ചെയ്തത് 1995. എസാഫ് സ്റ്റാർട്ടഡ് ഇറ്റ്സ് മൈക്രോ ക്രെഡിറ്റ് ലെൻഡിങ് ഇൻ 1995. എസാഫ് ഫൗണ്ട് ചെയ്ത വർഷം 1992. കെ പോൾ തോമസ് ആണ് ഫൗണ്ടർ. 1995 മൈക്രോ ക്രെഡിറ്റ് ലെൻഡിങ് സ്റ്റാർട്ട് ചെയ്തു. സ്മോൾ ഫിനാൻസ് ബാങ്ക് ആയത് 2017. എസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ഇനോഗ്രേറ്റ് ചെയ്തത് ശ്രീ പിണറായി വിജയനാണ്. ഹൃദയ ഡെപ്പോസിറ്റ് സ്കീം എസാഫുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ദ സ്കീം ഹൃദയ ഡെപ്പോസിറ്റ് വാസ് സ്റ്റാർട്ടഡ് ബൈ എസാഫ്. അതുപോലെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എസാഫ് ബാങ്ക് ലോഞ്ച് ചെയ്തതാണ് റെയിൻബോ സേവിങ്സ് അക്കൗണ്ട്. എസാഫ് ബാങ്ക് ലിമിറ്റഡ് ഹാസ് ലോഞ്ച്ഡ് എ റെയിൻബോ സേവിങ്സ് അക്കൗണ്ട് എക്സ്ക്ലൂസീവ്ലി ഫോർ ദ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി. എസാഫിൻ്റെ പൂർണ്ണരൂപം ഇവാഞ്ചലിക്കൽ സോഷ്യൽ ആക്ഷൻ ഫോറം. ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് തൃശ്ശൂരാണ്. എസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക് സ്റ്റാർട്ട് ചെയ്തത് 2017. ഇനോഗ്രേറ്റ് ചെയ്തത് ശ്രീ പിണറായി വിജയനാണ്. ഹൃദയ ഡെപ്പോസിറ്റ് സ്കീം, റെയിൻബോ സേവിങ്സ് അക്കൗണ്ട് സ്കീം, ഇത് രണ്ടും എസാഫ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. എസാഫിൻ്റെ ടാഗ് ലൈനാണ് ജോയ് ഓഫ് ബാങ്കിങ്. എസാഫിൻ്റെ ടാഗ് ലൈൻ ജോയ് ഓഫ് ബാങ്കിങ്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് സ്മോൾ ഫിനാൻസ് ബാങ്കുകളെ കുറിച്ചാണ്. കേരളത്തിലെ സ്മോൾ ഫിനാൻസ് ബാങ്കാണ് എസാഫ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.